പോകണം ഒറ്റപ്പാലത്ത് കേട്ടോ. ഒപ്പം അനിയത്തുള്ളത് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് വരുന്ന ബസ്സും കിട്ടും. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ കൊണ്ടിട്ട് നമുക്ക് വേണം സീറ്റൊന്നും കിട്ടിയില്ല. കുറച്ച് സീറ്റൊക്കെ കിട്ടിയത്. പിന്നെ സീറ്റ് കിട്ടി നമ്മൾ പുറത്ത് കാഴ്ചയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെ കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പാലത്ത് എത്തി. നമ്മളെല്ലാം അറിഞ്ഞില്ല. പിന്നെ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നു. കുറച്ച് നടക്കാണ്ട് പിന്നെ നമ്മൾ ക്രാഫ്റ്റിൻ്റെ സ്ഥലത്ത് എത്തി. അവിടെ പ്രിന്റ് എടുക്കാം. പിന്നെ പ്രിന്റ് എടുത്തു. പിന്നെ അങ്ങനെ നമ്മുടെ പ്രിന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഫ്രെയിം അടിക്കാനാണ്. നമ്മൾ ലിഫ്റ്റിലൊക്കെയാണ് പോകുന്നത് മേലേക്ക്. അങ്ങനെ ലിഫ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഫ്രെയിം അടിയിലെത്തി. അപ്പോൾ ഇങ്ങനെ ഫ്രെയിം എടുത്ത് തരികയാണ് ആൾ. എന്നിട്ട് പിന്നെ അത് മേടിച്ച് അതിനുശേഷം ഞങ്ങൾ പാർലർക്ക് പോയി. ബ്യൂട്ടി പാർലർക്ക് ഇന്റർനെറ്റിൽ പില്ലം റെഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അവളപ്പോൾ ആദ്യമായിട്ടാണ് പില്ലൊക്കെ റെഡി ചെയ്യുന്നത്. അവൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് മിറർ സെൽഫി എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ചേച്ചി വന്ന്. എന്നിട്ട് പിന്നെ അവൾ പില്ലം റെഡി ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസും കൂടി എടുത്ത്. അവൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര പേടിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ റെഡി ചെയ്യാനൊക്കെ കഴിയാനായി. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവളുടെ അഭിപ്രായം എന്താണെന്ന് കേട്ട് നോക്കും. സുന്ദരേ മുടുക്കനായി മുടുക്കൻ. പിന്നെ ഞങ്ങൾ അങ്ങനെ ലിഫ്റ്റ് കയറി താഴത്തേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ ബ്യൂട്ടി പാർലർ ചേച്ചി പറഞ്ഞാൽ അവളുടെ ഈ പിരികത്തിൻ്റെ ഇടയിൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അതായിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചിട്ട് പോയി. ഞങ്ങൾ ഉച്ചക്ക് അങ്ങനെ കഴിച്ചറിഞ്ഞുകൊണ്ട് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് കഴിച്ചുള്ളൂ. ഒരു സാൻഡ്വിച്ചും പപ്സും ഒരു ലൈമും മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് പോയി ബസ്സൊക്കെ വരുന്നത് നോക്കി. ഞങ്ങൾക്കുള്ള ബസ് മെല്ലെ വന്നത്. പിന്നെ പാലക്കാട് ബസ് കയറി ഞങ്ങൾ. അതിന് ശേഷം പിന്നെയാണ് ഓർമ്മ വന്നത് ഹാമ്പർ പഠിക്കാനുള്ളത്. പിന്നെ അങ്ങനെ ഹാമ്പർ പഠിക്കാനും പോയി. അങ്ങനെ നമ്മൾ നടന്ന് പോയിട്ട് ഹാമ്പർ ഷോപ്പിൽ എത്തി. കുറച്ച് ഹാമ്പർസൊക്കെ നോക്കി. അങ്ങനെ ലാസ്റ്റ് അടുത്തത് ഇതാണ്. പിന്നെ അവർ 2 ചോക്ലേറ്റും മേടിക്കാണ്ടായിരുന്നു. അതേശം അങ്ങനെ നമ്മൾ ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് അങ്ങനെ ബസ് വരുന്നത് നോക്കിയിരുന്നു. പിന്നെ അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എട്ടാമത് വീടിൻ്റെ വഴി അങ്ങനെ വീട്ടിലെത്തി.